ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനീഷായും നന്ദുവും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാവാലത്ത് വെച്ചാണ്. കാവാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ അത് ഒരു യൂട്യൂബ് തുടങ്ങാനോ അല്ലെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്ക് പേജ് തുടങ്ങാനോ ഒക്കെ ആയിട്ട് ഒരു പ്രചോദനമായൊരു വ്യക്തിയുണ്ട്. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. വള്ളംകളി വഴി കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ജിനു കവാലം എന്നാണ് പേര്. എർത്ത് ലവേഴ്സ് മീഡിയ എന്ന ഒരു ചാനലിലൂടെ തൻ്റെ ജീവിതശൈലിയും കുട്ടനാട്ടിലെ കൃഷി കാര്യങ്ങളും മീൻപിടുത്തവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു ചാനലാണ് എർത്ത് ലവേഴ്സ് മീഡിയ. അപ്പോൾ ജിനു കവാലം അതിൽ ഒരുപാട് വിജയിക്കുകയും അതായത് അവരുടെ വീഡിയോ ജിനുവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തത് മൂലം 1.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ജിനുവിനുണ്ട്. അപ്പോൾ ജിനു എന്നെ ഒരുപാട് ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അങ്ങനെയൊക്കെ നമുക്ക് ജിനുവിനെ കാണാൻ പറ്റും. അപ്പോൾ ജിനു കൂടെ ഉള്ളവരെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജിനുവിൻ്റെ കൂടെ മീൻ പിടിച്ചും ഫുഡ് കഴിച്ചും ഒക്കെ ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ വിശേഷങ്ങളിലേക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി ഓടി കാവാലം ലിസ്യു പള്ളിയുടെ സമീപം എത്തിയിട്ടുണ്ട്. ലിസ്യു പള്ളിയുടെ അവിടുത്തെ ബോട്ട് യാട്ടിൽ വരാനാണ് ജിനു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ജിനുവിൻ്റെ ശിക്കാര ബോട്ടിൽ ഞങ്ങൾ ജിനുവിൻ്റെ വീട്ടിലേക്ക് പോകും. നമ്മുടെ ചങ്ക് നടന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാവാലത്തിൻ്റെ സ്വന്തം ജിനു കാവാലം. അപ്പോൾ ജിനുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട്, ജിനുവിൻ്റെ വിശേഷം അറിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജിനുവിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. നിരവധി കാവുകളും കുളങ്ങളും ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു കാവാലം. ഈ കാവുകളും കുളങ്ങളും കായലുമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം ആദ്യകാലത്ത് കാവാളം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് രൂപാന്തരം പ്രാപിച്ച് കാവാലം എന്നായി. പണ്ട് കാലത്ത് ഈ കാവാലത്തേക്ക് എത്താനായിട്ടും കാവാലത്തു നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാനും ഒക്കെ ഇവർക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ആശ്രയം ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ കാവാലം ലിസി പള്ളി വരെയൊക്കെ റോഡുകൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടം വരെയൊക്കെ വാഹനത്തിൽ എത്താൻ പറ്റും. അവിടുന്ന് നമ്മൾ ഉള്ളായ സ്ഥലങ്ങളിലേക്ക്, കായൽ പ്രദേശങ്ങളിലേക്ക് വീടുകളുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ബോട്ടുകളും ഇതുപോലെയുള്ള ശിക്കാര വള്ളങ്ങളൊക്കെ തന്നെയാണ് ആശ്രയം. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ പോൾ ബാർബർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, വള്ളംകളി എന്ന ഒരു മേഖല വഴിയാണ് ഞാൻ ജിനുവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ കാവാലം എന്ന ഗ്രാമം വള്ളംകളി മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതെന്ന് പറഞ്ഞാൽ കാവാലം ചുണ്ടൻ തന്നെയാണ്. ഏകദേശം 5 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളമാണ് കാവാലം ചുണ്ടൻ. ഇന്നും ജലോത്സവ ലോകത്ത് കാവാലം ചുണ്ടൻ്റെ പേര് മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച തുഴച്ചിൽക്കാരെയും അമരക്കാരെയും ലീഡിംഗ് ക്യാപ്റ്റന്മാരെയും ഒക്കെ ജലോത്സവ ലോകത്തിന് കാവാലത്ത് നിന്നും നമുക്ക് സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കാവാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാവാലത്ത് ഒരുപാട് എഴുത്തുകാരും സാഹിത്യകാരന്മാരും കവികളും പാട്ടുകാരും അങ്ങനെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ കാവാലത്ത് നിന്നും നമുക്ക് സമൂഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹൗസ് ബോട്ട് ഇവിടുത്തെ ഫേമസ് രാജപുരം എന്ന ഷാപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ നല്ല ഷാപ്പ് കറികളും മീൻകറിയും എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പായതുകൊണ്ട് നമ്മുടെ യൂട്യൂബിലും എല്ലാം അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. 5 കനാലുകളുടെ സംഗമസ്ഥാനം എന്ന പേരിലും കാവാലം പ്രശസ്തമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പാടങ്ങളും കായലുമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷിയും മത്സ്യബന്ധനത്തിൽ നിന്നുമൊക്കെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. പണ്ട് കാലത്തൊക്കെ കൃഷിയുടെ സമയത്ത് പാടത്തുനിന്ന് വെള്ളം പറ്റിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചക്രങ്ങളാണല്ലോ. അപ്പോൾ ആ ചക്രങ്ങൾക്ക് ശേഷം മനുഷ്യൻ കണ്ടുപിടിച്ച യന്ത്രം കണ്ടുപിടിക്കുകയും ആ യന്ത്രം ആദ്യമായിട്ട് പാടങ്ങളിൽ പരീക്ഷിച്ച് വെള്ളം പറ്റിച്ചത് നമ്മുടെ കാവാലത്തെ പാടങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് ചരിത്രം. കാവുകളാൽ പ്രശസ്തമായ കാവാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം എന്ന് പറയുന്നത് പള്ളിയറക്കാവ് ദേവീക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഷാപ്പിൻ്റെ അവിടം വരെയുള്ളൂ റോഡ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ജിനുവിനൊക്കെ എത്തണമെങ്കിൽ ഇവർക്ക് ഇതുപോലെ ബോട്ട് അല്ലെങ്കിൽ ശിക്കാരയൊക്കെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അപ്പം കാവാലത്ത് ജങ്കാറ് വന്നതോടുകൂടി ഇവർക്കൊക്കെ യാത്രാ സൗകര്യം കുറച്ചും കൂടി ഭേദപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകണമെങ്കിൽ ചെറുകര വഴി നമുക്ക് ജങ്കാറിൽ കയറി പെട്ടെന്ന് കോട്ടയത്തേക്ക് എത്താവുന്നതാണ്. അല്ലെങ്കിൽ AC റോഡ് വഴി ചങ്ങനാശ്ശേരി വഴി ചെന്ന് വേണം തിരിഞ്ഞു വരാനായിട്ട്. ഇപ്പോൾ കാവാലം വഴി നേരെ എളുപ്പത്തിൽ നമുക്ക് കോട്ടയത്ത് എത്താൻ പറ്റും. അങ്ങനെ കാവാലത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ വള്ളം നീന്തി ഇപ്പം നമ്മൾ ജിനുവിൻ്റെ വീടിനടുത്തെത്തിയിട്ടുണ്ട്.
നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം. വീട്ടുകാരെ അച്ഛൻ വന്നു. നമസ്കാരം. അതെ തന്നെ അമ്മ. അപ്പോൾ ജിനുവിൻ്റെ മക്കൾ സ്കൂളിൽ പോയേക്കുവാണ്. അപ്പോൾ അവരെ കൂടിയൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ അവർ ജിനുവിൻ്റെ 2 പിള്ളേരും ജിനുവിൻ്റെ സഹോദരൻ്റെ ജിതിൻ്റെ മകളും ഉണ്ടായിരുന്നു. അവർ 3 പേരും സ്കൂളിൽ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെന്ന പാടെ നാരങ്ങ വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ജിനുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് മീൻ വെട്ടിക്കഴുകുകയാണ്. അതായത് ഇവർ പിടിച്ച പുല്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്നാണ് പറയുന്നത്, പല വേറെ സ്ഥലങ്ങളിൽ തൂളി എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീൻ വെട്ടിക്കഴുകി ഉപ്പിട്ട് ഉണക്കി അത് ഉണക്കമീനായിട്ട് അവർ സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ഓൺലൈൻ വഴി ഒത്തിരി ഓർഡർ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡർ അനുസരിച്ച് ഇവർ ആ അഡ്രസ്സുകളിലേക്ക് ഇവർ അയച്ചു കൊടുക്കും കൊറിയർ വഴി. അപ്പോൾ ഈ വിധം ഉണക്കമീൻ ആവശ്യമുള്ളവർ നമ്മുടെ എർത്ത് ലവേഴ്സ് മീഡിയ വഴി ബന്ധപ്പെടുകയാണെങ്കിൽ ഇവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൊറിയർ വഴി. ഇപ്പോൾ സീസൺ അനുസരിച്ചാണ് ഇവർ ഇത് ചെയ്യുന്ന ഉണക്കമീനാക്കുന്ന പരിപാടി ചെയ്യുന്നത്. ഇപ്പം പുല്ലനാണ് കിട്ടുന്നത് കൂടുതലും, പിന്നെ പള്ളത്തിയുണ്ട്, പിന്നെ ചെറിയ വയമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നതാണ്. രാവിലെ എടുത്ത് കഴുകും, എന്നിട്ട് അപ്പോൾ ഉപ്പെല്ലാം പോകും. ദേശയെ പിടിച്ച് മാംസത്തെ പിടിച്ച് ഉപ്പ് മാത്രമേ കാണത്തുള്ളൂ. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. മര കിടക്കുന്നുണ്ടോ അതിൻ്റെ അപ്പുറം നോക്കി. അമ്മയുടെ മീൻ പിടുത്തം കണ്ടാ അടിപൊളിയായിരുന്നു കേട്ടോ. കൈ കൊണ്ട് പിടിക്കുന്നേ. ഇവിടെ കടവിൽ പിടിച്ചോ? ഇവിടെ അങ്ങോട്ട് മാറിയൊരു വീടിന്റെ കടവിലേ അവിടെ ആളുണ്ടെങ്കിൽ നീ മാറടി. മാറി മാറി മാറി. ഇവിടെ വന്നാ തരാം, വന്നാ തരാം. ഇല്ല ഇല്ല വന്നാ തരാം. വാ ഇവിടെ 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 വേണ്ട പറ്റിക്കും. അയ്യോ കളയല്ലേ. നീ ആളാ. അങ്ങനെ ജിനുവിൻ്റെ വീട്ടിലെത്തി കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മീനൊക്കെ പിടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ആയിട്ടുണ്ട്. നല്ല കരിമീൻ വറുത്തതും പുല്ലൻ കറിയും അച്ചാറും പിന്നെ നമ്മുടെ പരിപ്പ് കറി, ലോലോലിക്ക അച്ചാർ, മെഴുക്കുവരട്ടി, പിന്നെ നമുക്ക് നല്ല സോയാബീനും ഒക്കെ ഇട്ടുള്ള കറിയും ചോറും നല്ല കുത്തരി ചോറും ഒക്കെ നമുക്ക് നമ്മുടെ ജിനു സമ്മാനിച്ചു. ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ജിനുവിൻ്റെ മക്കൾ വരുന്നുണ്ട്, അവരെ കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം ഇങ്ങോട്ട് വണ്ടിയൊന്നും എത്താത്തതുകൊണ്ട് ഇവർ സ്കൂളിലൊക്കെ പോകുന്ന ഇതുപോലെ ബോട്ടേലാണ്. അപ്പോൾ ജിനുവിൻ്റെ ഷിക്കാര ബോട്ടിൽ രാവിലെ കൊണ്ട് അടുത്ത സർക്കാരിൻ്റെ ബോട്ട് എത്തുന്ന ജെട്ടിയിൽ കൊണ്ടാക്കും. അവിടുന്ന് സ്കൂളിലേക്ക് ബോട്ടിൽ യാത്രയാവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ജിനു അതിനെക്കുറിച്ച് ജിനുവിൻ്റെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവരുടെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഇവിടെ സ്കൂൾ കൊണ്ടാക്കുന്നതൊക്കെ അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജിനുവിന് ഇരട്ടക്കുട്ടികളാണ്. ഒരാൾ കൂടെ ഉള്ളത് ജിനുവിൻ്റെ സഹോദരൻ്റെ മകളാണ്. ഒരു സ്കൂൾ വിട്ട് വന്ന ശേഷം അവർ നടന്നു പോവാണ്, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഓ പട്ടി ചാടി കയറിയോ? അപ്പം സന്തോഷത്തോടെയുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് ജിനുവിനൊപ്പം ചിലവഴിക്കാൻ പറ്റി. ജിനുവിനും അച്ഛനും അമ്മയ്ക്കും വൈഫിനും പിള്ളേർക്കൊക്കെ ഒപ്പം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പം ഇനിയും ഞങ്ങളുടെ സൗഹൃദം ഇതുപോലെ തന്നെ നിലനിൽക്കും. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ യാത്രയാകുകയാണ് ജിനുവിൻ്റെ സ്ഥലത്ത് നിന്നും. അപ്പോൾ ഞങ്ങൾ കാവാലം എന്ന സുന്ദരമായ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്നും ജിനുവിൻ്റെ കുടുംബത്തിൽ നിന്നും ജിനുവിനൊപ്പം ചിലവിട്ട നിമിഷങ്ങളിലുമൊക്കെ നമുക്ക് കിട്ടി. അപ്പം ഈ നല്ല നാട്ടിൽ നിന്നും ഇനിയും തിരിച്ച് ഇവിടേക്ക് വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ യാത്രയാകുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.